എസ്തേറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അഹശ്വേരോശ് രാജാവിന്റെ 7-ാം ആണ്ടാണ്. 7-ാം ആണ്ട് 10-ാം മാസത്തിലാണ്. ഈ 7-10 എന്നുള്ളത് കാണാം. 7-10 എന്നുള്ളത് എസ്തേറിനെ അപ്പോയിന്റ് ചെയ്തു. മഹാപുരോഹിതൻ അകത്തെ പ്രാകാരത്തിൽ പോൽ രക്തം വീണ് കഴിഞ്ഞ സഭയ്ക്ക് വിടുതലാണ്. കൊന്നുകളയാനുള്ള ഡേറ്റ് വീണു. 12-ാം മാസം 13-ാം തീയതി. പക്ഷേ ആ വേർഡിന് ജെനിസൈഡ് എന്നാ പറയുന്നത്. ഒരാളെ കൊല്ലുകയല്ല, വംശഹത്യ. ഇതേ കാര്യമാ ഇറാനിൽ സംഭവിക്കുന്നത്. സെയിം സ്ഥലമാ. ഇന്നത്തെ പേർഷ്യ എവിടെയാ ഉള്ളത്? സെയിം പ്ലേസാ, സെയിം ജിയോഗ്രാഫി. ഇറാനിൽ ഷുഷാൻ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്. അല്ല, ഈ സെയിം പ്ലേസാ പാസ്റ്റർ. പക്ഷെ ഇവരുടെ എല്ലാം അകത്തു വ്യാപരിക്കുന്ന മർമ്മം നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയറിലോട്ട് വരണമെങ്കിൽ ഈ റൂട്ട് അറിയണം. പക്ഷേ 1-ാം മാസം ജെനിസൈഡിന് വേണ്ടിയാ തീരുമാനിച്ച് അവൻ നിയമം എഴുതി ഇവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് പാസ്റ്റർ റോയ് മാത്യു എൻ്റെ കൂടെയുണ്ട്. റോയ് മാത്യുവിനെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ബാംഗ്ലൂരിലെ മാർത്തഹള്ളി എൽ ബദേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ശുശ്രൂഷകനാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇസ്രായേൽ സംബന്ധമായ വിഷയങ്ങളിൽ അവഗാഹമായ ജ്ഞാനമുള്ള അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോകൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ ഒരുപക്ഷെ എൻ്റെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഇന്നും അദ്ദേഹം നമ്മളോട് സംസാരിക്കുവാൻ പോകുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ വാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെ അനലൈസ് ചെയ്യുവാൻ സാധിക്കും, എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അത് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറയുന്നത് ഇത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന ഒരു യുദ്ധം, ആ യുദ്ധത്തിന് പല മാനങ്ങളുണ്ട്. ലോകം അതിനെ പല നിലകളിലാണ് കാണുന്നത്. എന്നാൽ അതിനപ്പുറം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായ ഒരു സ്പിരിച്വൽ വാർഫെയർ ആണെന്നാണ് പാസ്റ്റർ റോയ് മാത്യു പറയുന്നത്. എന്താണ് അങ്ങനെ ഒരു സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുവാനുള്ള കാരണം, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുവാൻ പോകുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം പാസ്റ്റർ റോയ് മാത്യുവിനെ. പാസ്റ്റർ സ്വാഗതം. പാസ്റ്റർ, ലോകം മുഴുവൻ വലിയ ഭീതിയിലും വലിയ പ്രതിസന്ധിയിലുമാണ്. യുദ്ധം അതിൻ്റെ 3-ാം ആഴ്ചയും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അവരുടെ ഒരു ശത്രുവിനെതിരെ ഒരു പോരാട്ടം നടത്തുന്നു, യുദ്ധം നടത്തുന്നു. അതിനപ്പുറത്തെ ലോകം അസമാധാനത്തിലേക്ക് പോയിരിക്കുന്നു. വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ കുറവുണ്ടാകുന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം മുഴുവൻ പോകുന്ന ഒരു യുദ്ധമായിട്ട് ഇത് മാറിയിരിക്കുന്നു. എന്നാൽ പാസ്റ്റർ ഇതിനെ വേറൊരു തലത്തിലാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണെന്ന് പറയുമ്പോൾ അതൊരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. എങ്കിലും അതെന്താണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണ്, അതാണ് ഞാൻ ഒന്ന് വിശദീകരിക്കേണ്ടത്. നമ്മുടെ പ്രേക്ഷകർക്കും അതറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയ സംഗോട്ടി പാസ്റ്ററോടും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പക്ഷേ ഇസ്രയേലിൻ്റെ വിഷയം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് നമ്മുടെ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ കൊച്ചു രാജ്യത്തു നിന്നോ അല്ലെങ്കിൽ അതൊന്നും അവിടെ നിന്നുകൊണ്ടല്ല. ഇസ്രയേലിൻ്റെ വിഷയം തുടങ്ങുന്നത് ഉൽപ്പത്തി പുസ്തകം തൊട്ടാണ്. ഉൽപ്പത്തി പുസ്തകം തൊട്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ ജനം, ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട ഒരു വിശുദ്ധ ജനം എന്ന് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ മത്സരിക്കുന്ന സാത്താനെ കാണാം. അബ്രഹാമിൻ്റെ 85-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ദൈവം ഓഫർ ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ ബൗണ്ടറി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 15 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാമിന് എവിടം തൊട്ട് എവിടെ വരെ ദൈവം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തത്, അതിർത്തി പറയുന്നുണ്ട്. ഉൽപ്പത്തി 15:18 ഞാൻ നിനക്ക് ഇപ്പം നീ നിൽക്കുന്ന ഈ സ്ഥലം മിസ്രൈമ്യ നദി തൊട്ട് മഹാനദിയായ ഫ്രാത്ത് വരെയുള്ള ഈ ദേശത്ത്, പക്ഷേ മിസ്രൈമ്യ നദി എന്ന് പറഞ്ഞാൽ നൈല, മഹാനദി ഫ്രാത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ മെസപ്പൊത്തോമിയയിലുള്ള യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി, ആ ഫ്രാത്ത് ആ സ്ഥലത്താണ് വരുന്നത്. ഇത്രയും സ്ഥലത്തിനകത്തുള്ള ഒരു ലൊക്കേഷനെ നമ്മൾ പഠിക്കാമെങ്കിൽ 3 lakh സ്ക്വയർ മൈല,
3 ലക്ഷം സ്ക്വയർ മൈൽ അതിൻ്റെ വിസ്തീർണം. അതാണ് അബ്രഹാമിന് ദൈവം ഓഫർ ചെയ്തത്. അബ്രഹാമിന് ദൈവം ഓഫർ ചെയ്തത് അബ്രഹാമിനോട് എങ്ങനെ പ്രോമിസ് പൊസസ് ചെയ്യണമെന്ന് ദൈവം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദൈവം പ്രോമിസ് ചെയ്യുക മാത്രമല്ല, പ്രോമിസ് പൊസസ് ചെയ്യേണ്ട സ്ട്രാറ്റജിയും പറയും. ഇതെല്ലാം പുതിയ നിയമസഭയോടുകൂടെയുള്ള ദൈവത്തിൻ്റെ ഇൻസൈറ്റ്. പ്രോമിസ് തന്നിട്ട് മിണ്ടാതിരിക്കത്തില്ല ദൈവം. ദൈവം അതിനെ പൊസസ് ചെയ്യേണ്ട സ്ട്രാറ്റജി തരും. ആ സ്ട്രാറ്റജിയും ദൈവം പറഞ്ഞ് അബ്രഹാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്, നീ നിൽക്കുന്ന ഈ സ്ഥലത്തെ നെടുകയും കുറുകയും നടന്ന് ഈ ദേശത്തെ പൊസസ് ചെയ്യാം. പക്ഷെ നെടുകയും കുറുകയും എന്നുള്ളത് നമ്മൾ അതിനെ ഒരു നോർമൽ ആംഗിളിൽ ചിന്തിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ നെടുകയും കുറുകയും എന്ന് പറഞ്ഞാൽ ക്രോസിന്റെ ഷേപ്പിലാണ്. നെടുകയും കുറുകയും നടന്ന് ഈ സ്ഥലത്തെ നീ പൊസസ് ചെയ്യാം. 2, നിന്റെ കണ്ണുയർത്തി നോക്കുക, നീ കാല് ചവിട്ട്. ഇതൊക്കെ സ്പിരിച്വൽ വാർഫെയറിന്റെ ഓരോ മെത്തേഡുകളാണ്. 3 ലക്ഷം സ്ക്വയർ മൈലാണ് അബ്രഹാമിന് ഓഫർ ചെയ്തത്. ഇതിനകത്ത് സിറിയ, ലെബാനോൻ, ഈ സൗദിയുടെ ഭാഗങ്ങൾ, ഈജിപ്റ്റ്, ഇന്നുള്ള ഇസ്രയേൽ, ജോർഡൻ, ഖത്തർ, ഇങ്ങനെയുള്ള എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇതിനകത്ത് വരും. അത്രയ്ക്ക് വിശാലമായ ഒരു, നിങ്ങൾ ഇറാന്റെ മിഡിൽ ഈസ്റ്റിന്റെ മാപ്പ് എടുത്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ ഒരു കൺസെപ്റ്റിൽ ഇപ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ഗ്രേറ്റർ ഇസ്രയേലിന് ഈ 3 ലക്ഷം സ്ക്വയർ മൈൽ കിട്ടി. പക്ഷേ അബ്രഹാമിന്റെ സന്തതിക്ക് കിട്ടിയത് 8500 സ്ക്വയർ മൈലാണ്. ഒന്നുകൂടെ വിശദീകരിച്ചേ. അബ്രഹാമിന് ദൈവം ഉൽപ്പത്തി പുസ്തകം 15:18 ഓഫർ ചെയ്തതിന്റെ ബൗണ്ടറി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കവനന്റ് നടന്നു കഴിഞ്ഞിട്ട് ഓഫർ ചെയ്തു. ദൈവം ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറ്റം വരാത്തതാണ്. ഇസ്രയേലിന്റെ വിഷയം യഥാർത്ഥത്തിൽ ഇന്ന് ലോകരാജ്യങ്ങളും അനേക തരത്തിൽ സെക്യുലർ ആൾക്കാരും പൊളിറ്റിക്കൽ രീതികളിലും എല്ലാം അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നാലേ പറ്റത്തുള്ളൂ. ഇതൊരു സ്പിരിച്വൽ വാർഫെയറാണ്. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനത്തിനെതിരെയുള്ള ശത്രുവിൻ്റെ പ്രശ്നമാണ്. ആ ശത്രു അവൻ്റെ കൈകളിൽ കിട്ടുന്ന പല ഏജന്റുമാരെ, അവൻ്റെ കൈകളിൽ കിട്ടുന്ന പല വ്യക്തികളെ ദൈവപ്രവർത്തികൾക്കെതിരെ തിരിക്കും. പുതിയ നിയമത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ദൈവാത്മാവ് എന്നോട് 2025 ഡിസംബർ മാസം തൊട്ട് ദൈവാത്മാവ് എന്നോട് എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രങ്ങൾ പ്രസംഗിക്കാൻ ഞാൻ തുടങ്ങിയത്. പ്രസംഗിച്ച ചരിത്രങ്ങളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അന്ന് തൊട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. എൻ്റെ മനസ്സിൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ ദൈവവചനം പഠിക്കുന്ന സമയത്ത് ഒരു വിഷയം, ഒരു ബൈബിളിലെ ഒരു വാക്യം, 2 വാക്യങ്ങൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സംശയമുണ്ടാക്കി. ആ വാക്യം ഇങ്ങനെ, കൊലോസ് ലേഖനത്തിനകത്തൊരു വാക്യം കിടപ്പുണ്ട്. യേശു കർത്താവ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയെ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി എന്ന് കൊലോസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ പറഞ്ഞേക്കുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. യേശു കർത്താവ് ആയുധവർഗം വെപ്പിച്ചു. അപ്പം നമ്മുടെ എല്ലാം ഉടമസ്ഥനായ യജമാനനായ കർത്താവ് ആയുധവർഗം വെപ്പിച്ചെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം സാത്താൻ്റെ കിങ്ഡത്തെ ആയുധവർഗം വെപ്പിച്ചു. പക്ഷേ എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എടുത്തെഴുതുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അവിടെയും സെയിം വേർഡാ, വാഴ്ചകളും അധികാരങ്ങളും. അവിടെ 4 കാര്യമുണ്ട്. അന്ധകാര ലോകത്തിന്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനയും. ഇവിടെ വാഴ്ചകളും അധികാരങ്ങളെന്നും സെയിം വേർഡ് ഉപയോഗിച്ചിട്ട് ഇപ്പുറത്ത് പിന്നെയും പോരാട്ടം ഉണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചേക്കുക. 2ഉം ലേഖനകർത്താവ് ഒന്നാ. കൊലോസ് ലേഖനോ എഫേസ് ലേഖനോ ലേഖനകർത്താവ് ഒന്നാ. അപ്പൊ എൻ്റെ മനസ്സിൽ, എൻ്റെ കൊച്ചു മനസ്സിലല്ലേ, എൻ്റെ കൊച്ചു ബുദ്ധിയിലുള്ള ചിന്ത, യേശു കർത്താവ് ആയുധവർഗം വെപ്പിച്ചത് എന്തോ ഒത്തില്ലയോ, അത് പിന്നീട് എടുത്തോ, എന്തുവാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ പഠിക്കാൻ. ഒരിക്കൽ ആയുധവർഗം വെപ്പിച്ചു. പൗലോസ് പറയുക വീണ്ടും നമുക്ക് പോരാട്ടം ഉണ്ടെന്ന്. ഇതെങ്ങനെ വന്നു? ഈ 2 വാക്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയൊരു സംശയം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവാത്മാവ്, ഇത് 2017 നടക്കുന്ന ചരിത്രമാണ്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, എസ്തേറിന്റെ പുസ്തകം വായിക്കാൻ പറഞ്ഞു. എസ്തേറിന്റെ പുസ്തകം, അതിനകത്തൂടെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടുന്നു. എനിക്ക് ആ എസ്തേറിന്റെ പുസ്തകം ഞാൻ പഠിക്കാനും വായിക്കാനും തുടങ്ങിയപ്പോൾ എനിക്കൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടി. ഇതങ്ങനെ പ്രസംഗിച്ചും ഒക്കെ ഞാനങ്ങ് പോയി. അല്ല, ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റർ ഈ ഇസ്രായേൽ സംബന്ധമായ വിഷയങ്ങളിലേക്ക് ഈ പറഞ്ഞ ആശയത്തിലൂടെയാണോ പ്രവേശിക്കുന്നത്? അല്ല, ഇസ്രായേലിന്റെ ചരിത്രങ്ങളും കൾച്ചറും ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വിഷയം എൻ്റെ ഉള്ളിൽ സംശയമായി. അല്ല, അതിലെങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത്?
പക്ഷെ എനിക്ക് എന്തോ ദൈവം തന്ന ഒരു ചിന്തയാ, ഒരു നിയോഗമാ. ബൈബിള് പഠിക്കണമെങ്കിൽ ബൈബിൾ എഴുതപ്പെട്ട ആ കൾച്ചർ അറിയണോ. ഇപ്പം ഞാൻ വർഷങ്ങളായിട്ട് പക്ഷേ എനിക്ക് കിട്ടിയ ഒരു റിസോഴ്സും അനുസരിച്ച് ഞാൻ ഒത്തിരി പേരുടെ ക്ലാസ്സുകൾ റെഫർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇന്നൊന്നല്ല, ഒരു 15 അല്ലെങ്കിൽ 20 വർഷമായിട്ട് ഞാൻ ഒത്തിരി കാണുകയും കേൾക്കുകയും എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കിട്ടി. ദൈവം ഒരു ഇൻട്രസ്റ്റ് തന്നു, അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ്. അതെ, ഈ വാക്യത്തിന്റെ അർത്ഥങ്ങൾ എനിക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. അപ്പൊ എസ്തേറിന്റെ പുസ്തകം അത് ഇസ്രായേലിന്റെ ചരിത്രങ്ങളുടെ ഒരു ഭാഗമാണ്. ബാബിലോണിയ പ്രവാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ കോരശും ദാര്യാവേശും കൂടെ അനുവാദം കൊടുത്തു കഴിഞ്ഞിട്ടും തിരിച്ചു പോകാതെ കിടന്ന വലിയൊരു വിഭാഗമുണ്ട് 127 സംസ്ഥാനങ്ങളിൽ അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത്. അപ്പം ഈ ഒരു ചരിത്രങ്ങൾ ഇതങ്ങനെ മനസ്സിലാക്കിയെങ്കിലേ ഇസ്രയേലിന്റെ വിഷയം, ഒരിക്കൽ കൂടെ പറയുക, സ്പിരിച്വൽ വാർഫെയർ. ഇന്നത്തെ ദൈവസഭ നമ്മൾ സ്പിരിച്വൽ വാർഫെയറിലും ദൈവത്തിന്റെ യുദ്ധത്തിനകത്തേക്ക് നമ്മൾ ഇറങ്ങി നിന്നില്ലെങ്കിൽ ശത്രു നമ്മളെ തകർത്ത് കളയുമെന്നുള്ളതിൻ്റെ വ്യക്തമായ 100% ബൈബിളിൽ നിന്നുള്ള തെളിവുകൾ ഉൾപ്പെടെ നമുക്ക് ഇന്നത്തെ ചരിത്രങ്ങളിൽ കൂടെയും അനുഭവങ്ങളിൽ കൂടെ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കാം. ഇപ്പം എസ്തേറിന്റെ പുസ്തകത്തിന്റെ ചരിത്രം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് ഈ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. പക്ഷേ എസ്തേറിന്റെ ചരിത്രം നടക്കുന്നത് അഹശ്വേരോശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു രാജാവിന്റെ കാലത്താണ്. തന്റെ വാഴ്ച BC 486 തൊട്ട് BC 465 വരെയാണ്. അഹശ്വേരോശ് ദാര്യാവേശിന്റെ മകനാന്ന് പറയപ്പെടുന്നു. ദാര്യാവേശ് 2ന്റെ മകനാന്ന് പറയപ്പെടുന്നു. ദാര്യാവേശും കോരശും അഹശ്വേരോശും എല്ലാം മേദ്യ പേർഷ്യ രാജ്യത്തിന്റെ രാജാക്കന്മാരാണ്, ഓരോ നിരകളിൽ വന്ന രാജാക്കന്മാരാണ്. ഈ ഇസ്രായേൽ മക്കൾ അഹശ്വേരോശിന്റെ രാജ്യത്ത് അന്ന് 127 സംസ്ഥാനങ്ങളാണ് മേദ്യ പേർഷ്യ അല്ലെങ്കിൽ പേർഷ്യ രാജ്യം ഭരിക്കുന്നത്. എവിടം തൊട്ട് എവിടെ വരെയാന്ന് എസ്തേറിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു ദേശം തൊട്ട് അല്ലെങ്കിൽ കൂശ് തൊട്ട് ഹിന്ദു ദേശം വരെ, ഇന്ത്യ വരെ, ഒരു ഭയങ്കര വിശാലമായ സ്ഥലമാണ്. ഈ സ്ഥലത്ത് എങ്ങനെ ഇസ്രായേൽ മക്കൾ വന്നത്? ജിയോഗ്രാഫിക്കലി പഠിച്ചു കഴിഞ്ഞാൽ ബാബിലോൺ ആൾക്കാരാണ്, അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് പഠിച്ച ബാബിലോണിന്റെ രാജാവായ നെബുക്കദ്നേസർ 2 ആണ് BC 606 ആദ്യമേ പോയി ഇസ്രയേലിന്റെ രാജാവായിരുന്ന യൊഹക്കിയാം രാജാവിനെ അല്ലെങ്കിൽ ദാവീദ് രാജാവിന്റെ വംശത്തിലുള്ള കുലീനന്മാരെ ആദ്യമേ പിടിച്ചുകൊണ്ട് വന്നു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ദാനിയേല്, ചന്ദ്രക്ക്, മേശക്ക്, അഭേന്ദ്രഗോവ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം. അന്ന് യെരമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. യെരമ്യാ പ്രവാചകനിൽ കൂടെ ദൈവം ഈ ജനത്തെ തിരിച്ചു പിടിക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പിൽ വിളിച്ചുകൊണ്ടിരിക്കുക. നീ തിരിച്ചു വാ, മടങ്ങി വാ, നിന്നെ കൊത്തിയെടുത്ത ഖനിഗർഭത്തിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ജീവന്റെ ഉറവയിലേക്ക് നീ മടങ്ങി വാ, നീ പൊട്ടക്കിണറിനെ വിട്ടിട്ട് മടങ്ങി വാ. ഇവർ കേട്ടില്ല. യെരമ്യാവിനെ അടിച്ചു, കാവൽമുരമുറ്റത്ത് പിടിച്ചു കെട്ടിയിട്ടു, പൊട്ടക്കിണറ്റി തെള്ളിയിട്ടു, ഉപദ്രവിച്ചു. പക്ഷെ യെരമ്യാവ് പ്രവചിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ കൂട്ടർ വരുമെന്ന് യെരമ്യാവ് പ്രവചിച്ചു. 10 വർഷം കഴിഞ്ഞപ്പം BC 596 വീണ്ടും നെബൂഖദ്നേസർ 2 വന്നു. ബാബിലോണിലേക്ക് എസക്കിയേലിനെയും സ്കിൽഡ് ക്രാഫ്റ്റ്മാൻമാരെയും നിപുണന്മാരെ ആൾക്കാരെ രണ്ടാമത്തെ കൂട്ടർ പിടിച്ചുകൊണ്ടുപോയി. അന്ന് ഒരു ബാച്ചിനെ പിടിച്ചുകൊണ്ടുപോയി. മൂന്നാമത് മത്സരിച്ചു ഇസ്രായേൽ, മൂന്നാമത് മത്സരിച്ചു. ഇതിൻ്റെയൊക്കെ വാക്കുകൾ ദൈവവചനത്തിൽ കൂടെ വളരെ ആഴമാണ്. എന്തുവാ മത്സരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ 7കളുടെ പ്രമാണം തെറ്റിച്ചു. വിശദമാക്കി. ദൈവം മിസ്രൈമിൽ നിന്ന് തന്റെ ജനത്തെ കൊണ്ടുവരുന്ന വഴിയിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് 613 കൽപ്പന കൊടുത്തു. 613 കൽപ്പനകളെ 3ആയിട്ട് തിരിക്കാം. റിലീജിയസ് ആൻഡ് സെറിമോണിയൽ ലോ എന്നും മോറൽ ലോ എന്നും സിവിൽ ലോ എന്നും 3ആയിട്ട് തിരിക്കാം. ഈ ലോകളുടെ എല്ലാം തോറ മൊത്തം എഴുതപ്പെട്ടത് 7കളുടെ കോഡിങ്ങിലാണ്. പക്ഷെ അതിന്ന് പറയാൻ പോയാൽ ടൈം എടുക്കും. പക്ഷെ ഞാൻ ഈ 7കളുടെ പ്രധാനപ്പെട്ട 4 നിയമങ്ങൾ പറയാം. ഒന്ന്, ദൈവം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, 6 ദിവസം നീ വേല ചെയ്യണം, 7-ാം ദിവസം നീ സ്വസ്ഥതയായിരിക്കണം. എൻ്റെ ശബത്ത് എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിന്റെ സ്വസ്ഥത, ദൈവത്തിന്റെ ശബത്ത്. അന്ന് വേലയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് നീ ദൈവം തന്നെ റെസ്റ്റ് എടുത്തു, നീ റെസ്റ്റ് എടുക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുന്ന ദിവസമാണ്. ദൈവം വെച്ചൊരു സിസ്റ്റമാണ്. ഈ 7ന്റെ ദിവസം ഇതിന് വിളിക്കുന്നത് ശബത്തിന്റെ ദിവസം എന്നാണ് വിളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ദൈവം അടുത്തൊരു പ്രമാണം വെച്ചു. അതിന് വിളിക്കുന്ന പേര് ആഴ്ചകളുടെ ശബത്ത് എന്നാണ്. ആഴ്ചകളുടെ ശബത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫോൾ ആകുന്നത് ഒരു പെന്തക്കോസ് ഫീസ്റ്റാണ്. ശബത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, പെസഹ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബത്ത് വരും. പെസഹ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബത്ത് വരും. ആ ശബത്ത് തൊട്ട് 7 ശബത്ത് എന്നാണ്. അതിനെ വാരോത്സവം
എന്ന ഫീസ്റ്റുകളെ വിളിക്കുന്നത്. ബൈബിളിൽ വാരോത്സവം എന്ന് വിളിക്കുന്നത്. അതിന് വിളിക്കുന്ന പേര് ഫീസ്റ്റ് ഓഫ് ദ വീക്സ്. ആഴ്ചകളുടെ ശബത്ത് എന്ന് വേണേൽ വിളിക്കാം. ആഴ്ചകളുടെ ശബത്ത്. ഒന്നാമത്തെ ദിവസത്തിന്റെ ശബത്ത്, 7-ാം ദിവസം. രണ്ടാമത് ഏഴാമത്തെ ആഴ്ച. അതെല്ലാം 7-ാം ആഴ്ചയിലില്ല. ഈ പെന്തക്കോസ്റ്റ് ഫീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ 7ാമത്തെ ആഴ്ച. മൂന്നാമത്തെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കനാൻ ദേശത്ത് എത്തിക്കും. കനാൻ ദേശത്ത് എത്തിച്ചിട്ട് 6 വർഷം ഞാൻ നിനക്ക് തരുന്ന ഭൂമിയിൽ കൃഷി ചെയ്യണം. 7ാം വർഷം കൃഷി ചെയ്യല് സ്വസ്ഥമായിരിക്കണം. അത് ഭൂമിയുടെ സ്വസ്ഥതയാണ്. ഭൂമിയുടെ സ്വസ്ഥതയാണ്. അന്ന് താനെ വിളയുന്നത് അതുപോലെ നീ കഴിക്കേണ്ടി വരത്തില്ല. ലേവ്യ പുസ്തകം 25 പറയുന്നുണ്ട്, ഞാൻ 6ാം വർഷം നീ എൻ്റെ വചനം അനുസരിക്കുകയാണെങ്കിൽ 3 ഇരട്ടി നിനക്ക് 6ാം വർഷവും 7ാം വർഷവും 8ാം വർഷവും. ഇനി 8ാം വർഷം കൃഷി ചെയ്തിട്ട് വേണം 9ാം വർഷം കഴിക്കാൻ. ആ 8ാം വർഷം തരാനുള്ളത് തന്നെ ഒറ്റയടിക്ക് 6ാം വർഷം. കാരണം 7ാം ദിവസവും അങ്ങനെ, 6ാം ദിവസവും അങ്ങനെ മന്ന ഡബിൾ വീഴും. 7ാം ദിവസം മന്ന വീഴത്തില്ല, മന്ന ഡബിൾ വീഴും. ഇവിടെ പറഞ്ഞു, നിനക്ക് ഞാൻ ഭൂമിയോട് കൽപ്പിക്കും. പക്ഷെ ദൈവവചനം നമ്മുടെ എല്ലാം വെൽത്താണ്. അതനുസരിക്കുന്നവരുടെ ലൈഫിൽ ഭയങ്കര ഉറവകൾ തുറക്കും. എത്ര ഡീപ്പിൽ നമ്മൾ ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും അനുസരിക്കുമോ അത്രയും ഡീപ്പിലാണ് ദൈവം നമ്മളെ റിസോഴ്സുകളും നന്മകളും കൊണ്ട് അനുഗ്രഹിക്കുന്നത്. അപ്പം ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല. 7ാം വർഷം ഇസ്രായേൽ മക്കള് 7ാം വർഷത്തെ ദൈവത്തിന്റെ പ്രമാണം, ന്യായാധിപന്മാരുടെ കാലഘട്ടം വരെ പിതാക്കന്മാർ മരുഭൂമിയിലെ അത്ഭുതങ്ങളൊക്കെ കണ്ടവർ യോശുവയുടെ കാലം വരെ കണ്ടു. അവര് മരിച്ചു. കുറച്ച് നാളും കൂടെ ഒക്കെ നേരെ പോയി. പക്ഷെ ന്യായാധിപന്മാരൊക്കെ വരുമ്പോഴത്തേന് ദൈവത്തിന്റെ പ്രമാണം അവർ തെറ്റിക്കാൻ തുടങ്ങി. 6ാം വർഷം നോക്കിയപ്പോൾ ഭൂമി ഭയങ്കരമായിട്ട് പ്രൊഡക്ടിവിറ്റി കൊടുക്കുന്നു. അവരടുത്ത് കൊള്ളാമല്ലോ, 7ാം വർഷം കൂടെ കൃഷി ചെയ്താൽ ഞങ്ങൾക്ക് നല്ലത്, ഓവർ ടൈം ചെയ്യാം. അങ്ങനെ 14, 21, 28, 36 ഇങ്ങനെ പല ഘട്ടങ്ങളിലായി. യെരമ്യാവിന്റെ കാലഘട്ടം വരുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ യൊഹക്യാം രാജാവിന്റെ കാലഘട്ടം വരുമ്പോഴത്തേന് 490 വർഷം തെറ്റിച്ചു. 490 വർഷം. 7കളുടെ പ്രമാണം ഞാൻ അവിടോട്ട് വരാം. ഇപ്പൊ ഞാൻ 3 പ്രമാണം പറഞ്ഞു. 1 7ന്റെ ദിവസം, 2 7ന്റെ ആഴ്ച, 3 7ന്റെ വർഷം. 4ാമത്തേതാണ്, അതിന് വിളിക്കുന്ന പേരാണ്, നിങ്ങൾ കനാൻ ദേശത്ത് എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ തന്ന വസ്തുവകകൾ അത് അങ്ങനെ തന്നെ ഇരിക്കണം. അതിന്റെ അതിരോ അത് മറ്റൊരു ഗോത്രത്തിലേക്ക് പോലും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ല. അഥവാ വിറ്റാൽ നിങ്ങൾ ഒരാള് കടം കയറി അടിമയായാൽ 7 വർഷമാകുമ്പോൾ അവൻ സ്വതന്ത്രനാവും അല്ലെ. 49 വർഷം കഴിയുമ്പോൾ 50ാം വർഷം തിരിച്ചു കൊടുക്കണം. അതിന് വിളിക്കുന്ന പേരാണ് യോബേൽ സംവത്സരം, ജൂബിലി ഇയർ. അത് 7 49 സംവത്സരം കഴിഞ്ഞ് 50ാമത്തെ വർഷം. പക്ഷെ ഭൂമി വെയിറ്റ് ചെയ്യുന്നത് ഒരു ജൂബിലി ഇയറിനാണ്. യേശു കർത്താവ് വന്ന് ഡിക്ലെയർ ചെയ്തത് ജൂബിലി ഇയറാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ ജൂബിലി ഇയർ. കാരണം പൗലോസ് ഇത് ഈ വാക്ക് എടുത്തു പറയുന്നുണ്ട്. ഇസ്രായേലിന് സ്വസ്ഥത വരുത്തിയെങ്കിൽ നമ്മൾ മറ്റൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷെ വലിയൊരു ശബത്ത് അനുഭവം നമുക്കും ശേഷിച്ചിട്ടുണ്ട്. കാരണം ഭൂമിക്ക് മൊത്തം ദൈവം കൊടുത്തേക്കുന്ന ജൂബിലി ഇയറിന്റെ കണക്കുകളിൽ കൂട്ടിയാൽ 120 ജൂബിലി ഇയറുകളാണ്. അത് വേറൊരു കണക്കുകളാണ് പക്ഷേ, വേറൊരു കണക്ക് പോട്ടെ. ഈ 7ന്റെ പ്രമാണം 7 ആഴ്ചവട്ടക്കാലം, 7ാം ദിവസം, 7 ആഴ്ച, 7 വർഷം, അടുത്ത ജൂബിലി ഇയർ. 7 49 വർഷം കൂടുന്നത്. ഇതാണ് തെറ്റിച്ചത്. ഇസ്രായേൽ മക്കൾ ഇത് തെറ്റിച്ചു. 490 വർഷം പല ഘട്ടങ്ങളിലായി തെറ്റിച്ചപ്പോഴാ യെരമ്യാവിൽ കൂടെ ദൈവം പറയുന്നത് 70 വർഷക്കാലം. 70 വർഷക്കാലം എന്നുള്ളതിന്റെ ചരിത്രം എഴുതുമ്പോൾ ദേശം അതിൻ്റെ സ്വസ്ഥത അനുഭവിച്ച് കഴിയുവോളം, ദേശം അതിൻ്റെ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത പ്രമാണങ്ങളുടെ റൂട്ടിൽ പോകണം. സ്വസ്ഥത 7 വർഷത്തിന്റെ പ്രമാണം. അതായത് ഇവരെ അധികം അധ്വാനിച്ചും പണി ചെയ്തും നശിപ്പിച്ചു കളഞ്ഞ വർഷങ്ങൾ ദേശം അതിന്റെ സ്വസ്ഥത അനുഭവിച്ച് കഴിയുവോളം, ദേശത്തെ സ്വസ്ഥമായി ഇടേണ്ടിയിരുന്ന, കൃഷി ചെയ്യാതെ ഇടേണ്ടിയിരുന്ന വർഷം ഇവർ അധ്വാനിച്ച് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ദേശത്തെ അധികമായി ഉപയോഗിച്ചു ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ചു. അപ്പൊ ആ വർഷങ്ങൾ കൂട്ടി ദൈവം കണക്കാക്കിയേക്കുക. അതാണ് 490 ഡിവൈഡ് ബൈ 7, 70 വരും. 70 വർഷം നീ പ്രവാസത്തിൽ പോണം. 70 ഭൂമി തരിശായി കിടക്കും. 70 വർഷം. അതെ, ഭൂമി തരിശായി കിടക്കും. ഇതിനകത്ത് ഒരാംഗിളല്ല, പല ആംഗിളുകളാണ് കണക്കാക്കുന്നത്. കാരണം ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ദൈവത്തിന്റെ 7കളുടെ പ്രമാണം തെറ്റിച്ചു. പക്ഷെ ഇത് ഒരു സോ ഡീപ്പാണ്. 7കളുടെ പ്രമാണം തെറ്റിക്കാന്ന് പറഞ്ഞാൽ
ഇപ്പം ബൈബിളിൽ പല കാര്യം യേശു കർത്താവ് പറയുന്നത് പോലും സഹോദരൻ നിന്നോട് കോപിച്ചാൽ അല്ലെങ്കിൽ അവനോട് എത്ര വട്ടം ക്ഷമിക്കണമെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ പറയാം 7:70 എന്നാ. മനസ്സിലായി. നമുക്ക് ഈ 7-നെ കുറിച്ച് വിശദമായിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യാം. ശരി. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന സ്പിരിച്വൽ വാർഫെയറിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അത് എങ്ങനെ കണക്ട് ചെയ്ത് വരും പറഞ്ഞു. പക്ഷേ എസ്തേറിന്റെ ചരിത്രം നമുക്ക് നോക്കാം. എസ്തേറിന്റെ ചരിത്രം അഹശ്വേരോശിന്റെ 127 സംസ്ഥാനങ്ങളിൽ ഈ ബാബിലോണിൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് വന്ന ജനം കിടക്കുക. അതെ. ഈ ജനം തിരിച്ചു പോകാൻ കോരശിൽ കൂടെ അനുവാദം കൊടുത്തു. പക്ഷെ അവർ എല്ലാവരും പോയില്ല. വളരെ കുറച്ചേ പോയില്ല. എന്റെ ഞാനത് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി 2.5% എന്ത് ചെയ്തുള്ളൂ. അന്നത്തെ ജനസംഖ്യയിൽ 2.5% മടങ്ങിപ്പോയി. കൃത്യമായ കണക്ക് നമ്മളൊന്ന് ഞാൻ വേറൊരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞാനത് പഠിച്ചപ്പം എനിക്ക് മനസ്സിലായ കണക്കാത് കൃത്യമായിരിക്കണം എന്നില്ല. എസ്രായുടെ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾ മടങ്ങി വന്നവരുടെ കുലവും എണ്ണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50,000 പേര് ഒന്നാമത്തെ കൂട്ടർ മടങ്ങി, ഏകദേശം 50,000 പേര് മടങ്ങി വന്നു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് സെരുബാബേൽ, യോശുവ എന്ന മഹാപുരോഹിതൻ. പോട്ടെ, അവര് പക്ഷെ മടങ്ങി വന്നിട്ട് പോലും ഈ ദൈവത്തിന് ഈ ജനത്തോടുള്ള കരുണ ഭയങ്കരമാണ്. മടങ്ങിപ്പോകാൻ അനുവാദം കൊടുത്തിട്ടും തിരിച്ചു പോകാതെ 127 സംസ്ഥാനങ്ങളിൽ ചിതറിക്കിടക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവം പദ്ധതി ഒരുക്കി. ദൈവത്തിനറിയാം ഹാമാൻ വരുന്നുണ്ട്. ഹാമാന്റെ ജീനിയോളജി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആഗാഗ്യനായ ഹമാദായിയുടെ മകൻ ഹാമാൻ. ഈ ഹാമാന്റെ റൂട്ട് പഠിച്ചാൽ അത് തന്നെ വലിയൊരു വിഷയം. പോട്ടെ, നമുക്ക് അവിടോട്ട് തന്നെ സ്പിരിച്വൽ വാർഫെയറിലോട്ട് തന്നെ പോകാം. പക്ഷേ തിരിച്ചു പോകാൻ അനുവാദം കൊടുത്തിട്ടും തിരിച്ചു പോകാതെ കിടന്ന ഇവര് തിരിച്ചു പോകാത്തതിന്റെ കാരണം കൂടെ ഒന്ന് പറഞ്ഞു പോയി. തിരിച്ചു പോകാത്തതിന്റെ കാരണം ഈ ജനം ഇവിടെ വന്ന് സെറ്റിലായി അവര് റൂട്ടഡായി. മാത്രമല്ല അവര് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തു. ഇവര് പലരും കല്യാണം കഴിച്ചത് അവിടുന്ന് ആണ്. അത് മാത്രമല്ല അവര് വലിയ ബിസിനസ്സുകാരും വലിയ ലാൻഡ് ഓൺസും ഒക്കെ മാറിയപ്പെടുത്താൻ അവർക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി. പക്ഷേ ഇത് അങ്ങനോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാർ വരാനുള്ളതിന്റെ കാരണം പോലും യഹൂദന്റെ ഫ്ലറിഷ്നെസ്. ഇവൻ ചിതറിപ്പോയാലും ചെല്ലുന്നിടത്ത് ഇവൻ ആയിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെയും ഇസ്രയേലിനെയും ദൈവം വീണ്ടെടുത്തത് യേശുവിന്റെ രക്തത്തിന്റെ നിഴലായി ചിത്രീകരിക്കുന്ന ആട്ടുകൊറ്റന്റെ രക്തം കൊണ്ടാണ്. അതിന് ഏറ്റവും നല്ലൊരു മിസ്റ്ററി നമുക്കിത് മനസ്സിലാക്കി തന്നെ ആ ജനത്തിന് ഇത് മനസ്സിലാകട്ടെ. പക്ഷെ 7 ഫീസ്റ്റുകളുണ്ട്. നമ്മളാണ് ശ്രേഷ്ഠതയുള്ള ജനമെന്നുള്ളതിന് 7 ഫീസ്റ്റുകളുണ്ട് പഴയ നിയമത്തിൽ. പെസഹ തൊട്ട് കൂടാരപ്പെരുന്നാൾ വരെ 7 ഫീസ്റ്റുകളുണ്ട്. ഇതിനെല്ലാം ഡേറ്റ് ഉണ്ട്. ഈ ഫീസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് ലേവ്യ പുസ്തകം 23. ലേവ്യ പുസ്തകം 23-ൽ 7 ഫീസ്റ്റുകളുടെയും ആ 7 ഫീസ്റ്റുകൾക്കുമുള്ള 4 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 4 ഇൻസ്ട്രക്ഷൻ ദൈവം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, ഇത് ഇസ്രയേലിന്റെ ഫീസ്റ്റ് അല്ല, ഇത് ദ ഫീസ്റ്റ് ഓഫ് ദി ലോർഡ് എന്ന് എഴുതിയേക്കുന്നത്. യഹോവയുടെ ഉത്സവമാണ്, എൻ്റെ ഉത്സവം എന്ന ബൈബിൾ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ 7 ഫീസ്റ്റുകളും നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രയേലിന്റെ ഉത്സവങ്ങൾ നമ്മൾ ജനറലി പറയുമെങ്കിൽ പോലും പക്ഷെ ദൈവത്തിന്റെ ഉത്സവം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ദൈവത്തിന്റെ ഉത്സവം എന്നാണ്. രണ്ടാമത്തെ വേർഡ് ഇങ്ങനെയാണ്, ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. നിനക്ക് എപ്പോഴെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിശ്ചയിച്ച സമയത്ത്. എങ്ങനെയാ നീ അത് തിരിച്ചറിയുന്നത്? കൃത്യമായി നീ ലൂണാർ അല്ലെങ്കിൽ മൂണിനെ നോക്കിയ ഫീസ്റ്റുകളുടെ സമയം തിരിച്ചറിയേണ്ടത്. അപ്പം രണ്ടാമത്തെ വേർഡ് ഇറ്റ് ഹാസ് എ അപ്പോയിന്റഡ് ടൈം. മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത്, നീ ഇത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിന്റെ മധ്യ ഇറങ്ങി വരും, നീ എൻ്റെ കൂടെ വേണം ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ. ഒന്നാമത്തെ വേർഡ് ഇത് ദൈവത്തിന്റെ ഉത്സവമാണ്. രണ്ടാമത്തെ ഇത് നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. മൂന്നാമത്തേത് നീ എൻ്റെ കൂടെ വേണം സെലിബ്രേറ്റ് ചെയ്യാൻ, ഞാൻ നിന്റെ മധ്യ ഇറങ്ങി വരും. നാലാമത്തെ വേർഡ് പാസ്റ്ററെ, അതൊരു വലിയ വേർഡാണ്. നാലാമത്തെ വേർഡ് ബൈബിളിലെ റൂട്ട് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത് മിക്രാന. റൂട്ട് ലാംഗ്വേജിൽ എഴുതിയ മിക്ര എന്നുള്ള വേർഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഹോളി കോൺവക്കേഷൻസ് എന്ന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. ആ വേർഡിന്റെ അർത്ഥം, മിക്ര എന്നുള്ള വേർഡിന്റെ റൂട്ട് ലാംഗ്വേജ് എന്നുള്ള അർത്ഥം ഇറ്റ് ഇസ് എ റിഹേഴ്സൽ എന്ന്. ഇതൊരു റിഹേഴ്സലാണ്. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരുക്കം. വരാൻ പോകുന്ന വലിയൊരു ഇവന്റിന് മുമ്പേ പ്രാക്ടീസ് ചെയ്യുന്നതിന് റിഹേഴ്സൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എൻ്റെ ഉത്സവമാണ്, ഞാൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നീ ഇത് സെലിബ്രേറ്റ് ചെയ്യണം, ഞാൻ അന്ന് നിന്റെ കൂടെ ഇറങ്ങി വരും. ഇതൊരു റിഹേഴ്സൽ, നീ റിഹേഴ്സൽ ചെയ്യണം. പക്ഷേ
ലേവ്യ പുസ്തകം 23 പ്രമാണം കൊടുക്കുന്നത് സീനായ് മൗണ്ടന്റെ താഴ്വര വെച്ച ഇസ്രായേൽ മക്കളെ വിടുവിച്ചു വരുന്നത്. പക്ഷെ ഇസ്രായേൽ മക്കൾ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തത് അവസാനത്തെ മിസ്രൈമിന്റെ ദിവസങ്ങളിൽ വെച്ച 430 സംവത്സരത്തിന്റെ അവസാനത്തെ ആ ദിവസങ്ങളിലാണ്. അല്ലെങ്കിൽ ആബീബ് മാസം 14-ാം തീയതി 10-ാം തീയതി തൊട്ട് ആടിനെ കയറ്റി വീട്ടിൽ കെട്ടണം. ആ ദിവസങ്ങളാണ്. അന്ന് പ്രമാണം, എഴുതപ്പെട്ട പ്രമാണം കിട്ടിയിട്ടില്ല. എഴുതപ്പെട്ട പ്രമാണം കിട്ടുന്ന സീനായ് മൗണ്ടോണിൽ വെച്ച. പക്ഷെ ഇസ്രായേൽ മക്കൾ സെലിബ്രേറ്റ് ചെയ്തത് അവിടെ വെച്ച് ഒരാടിന്റെ രക്തം, ആടിനെ എടുക്കണം. ഊനമില്ലാത്ത ആദിജാതനായ ആടെന്ന, 1 വയസ്സെന്ന് പറഞ്ഞേക്കുന്ന വോടിന്റെ അർത്ഥം ആദിജാതനായ ആടെന്ന. നമ്മുടെ കർത്താവിനെ കാണിക്കുന്നത് ആദിജാതനായ ഒരു ആടിനെ എടുക്കണം. അതിന്റെ രക്തം ഊനമില്ലാത്തതായിരിക്കണം. അതിന്റെ രക്തം എടുക്കണം. കട്ടളക്കാൽമേൽ കുറുമ്പടിമേലും തേക്കണം. ഈ 4 പ്രമാണങ്ങൾ അവിടെ കാണാം. ഇത് എന്റെ ഉത്സവമാണ്, നീ ഇത് റിഹേഴ്സൽ ചെയ്യണം. ഇത് നെടല. അന്ന് ഞാൻ ഇറങ്ങി വരും. മിസ്രൈമിൽ ഇറങ്ങി വന്നു റിഹേഴ്സല. പക്ഷേ റിഹേഴ്സലിന്റെ അന്ന്, ഇറങ്ങി വന്ന അന്ന് മിസ്രൈമിനെ ദൈവം എൻ്റെ ഭാഷ പറഞ്ഞ് ഇളക്കിക്കളഞ്ഞു. റിഹേഴ്സലിന്റെ അന്ന് മിസ്രൈമിനെ ഇളക്കിക്കളഞ്ഞു. മിസ്രൈമിൽ മരിക്കാത്തതായി ഒറ്റ വീടില്ലായിരുന്നു. എല്ലാ വീട്ടിലും ആദ്യജാതന്മാരെല്ലാം മരിച്ചു. എല്ലാം മരിച്ചു. ഒരു വീട്ടിൽ തന്നെ പലരും മരിച്ചു കാണും. ഒന്നിൽ ആദിജാതനായിട്ടുള്ള മനുഷ്യനാകട്ടെ, മൃഗമാകട്ടെ മരിച്ചു. മിസ്രൈമിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത കൂട്ട നിലവിളി ഉണ്ടായി. മിസ്രൈമിനെ ഇളക്കി കളഞ്ഞു. ചില വീടുകളിൽ അപ്പനും മകനും മരിച്ചു കാണും. പാസ്റ്റർ, നിലവിളി ഉണ്ടായി. ഈ വേർഡ് അന്ന് ദൈവോട് ഇറങ്ങി വന്നതാണ്. ഫീസ്റ്റിന്റെ പ്രമാണം എന്തോ? ഇത് എന്റെ ഉത്സവമാണ്, നീ ഇത് റിഹേഴ്സൽ ചെയ്യണം. അന്ന് ഞാൻ ഇറങ്ങി വരും. ഇതൊരു സമയമുണ്ട്, ടൈമുണ്ട്. ഇറങ്ങി വന്നു. പക്ഷെ റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ദൈവം 30 ലക്ഷം വരുന്ന ജനത്തെ പുറത്തെടുത്തു. 30 ലക്ഷം എന്ന് പറഞ്ഞത് ഒരു ജനറൽ കണക്ക്. പക്ഷെ അവിടെ ഇറങ്ങിയതിന്റെ കണക്ക് ബൈബിളിൽ പറഞ്ഞേക്കുന്ന 6 ലക്ഷം എന്നാണ്. 6,3550 പുരുഷന്മാർ യുദ്ധസന്നദ്ധരായിട്ടുണ്ട് ഉണ്ടായിരുന്നു. അത് സംഖ്യാപുസ്തകത്തിലാണ് കണക്ക് കിട്ടുന്നത്. ഇവരെ ഇറങ്ങി. പക്ഷെ ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ഒരിക്കൽ പരിശുദ്ധാത്മാവ് എന്നെ ചോദിച്ചൊരു ഭയങ്കര ചോദ്യം എൻ്റെ ഹൃദയത്തിൽ. റിഹേഴ്സലിന് പവർ ഉണ്ടായിരുന്നു. റിഹേഴ്സലിന്റെ പവർ ഭയങ്കരമായിരുന്നു. മിസ്രൈം എന്ന് പറഞ്ഞ ജനത്തെ, വാക്തത്വം ഉള്ളതിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലായിരുന്നു. മിസ്രൈമിനെ ഇളക്കിക്കളഞ്ഞു. പഴയ നിയമത്തിലെ മിസ്രൈം ലോകത്തെ കാണിക്കുന്നതാണ്. ഫറവോൻ സാത്താനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അവന് പിടിച്ചു വെക്കാൻ പറ്റുന്നതിലധികം ശക്തി റിഹേഴ്സലിന് വെളിപ്പെട്ടെങ്കിൽ നമ്മൾ റിഹേഴ്സലിന്റെ പ്രൊഡക്റ്റ് അല്ല, ഒറിജിനൽ എത്രയധികം പവർ കാണും. ഇതെല്ലാം വന്ന് നിൽക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാൽവറി ക്രൂശിലാണ്. അവര് റിഹേഴ്സലിന് വിടുതലായവര് പക്ഷെ ഇത്രയും ശ്രേഷ്ഠമായെങ്കിൽ ഒറിജിനലായ കാൽവറി ക്രൂശിന്റെ രക്തത്തിനകത്തൂടെ വിടുതലായ, ശ്രേഷ്ഠകരമായ രക്തത്തിനകത്ത് വിടുതലായ നമ്മളാണ് പട്ടണത്തെ കോൺകർ ചെയ്യേണ്ടത്. പക്ഷെ ബൈബിളിന്റെ ഡീപ്പ് വേർഡിന്റെ മിസ്റ്ററി നമുക്ക് കിട്ടാത്തിടത്തോളം കാലം, നമ്മൾ ശിശുവായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അധികാരിയാകാൻ പറ്റത്തില്ല. ദാസനേക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ലെന്ന്. പക്ഷേ എസ്തേറിന്റെ ചരിത്രത്തിലേക്ക് വരാം. എസ്തേറിന്റെ ചരിത്രം വസ്തിയെ താഴെ കളയാനുള്ളതിന്റെ കാരണം, വസ്തിയെ താഴെ കളയാനുള്ളതിന്റെ ദൈവം, അല്ലെങ്കിൽ അഹശ്വേരോശ് സ്ഥാനഭ്രംഷ്ടയാകാനുള്ളതിന്റെ കാലം, അവിടെ ഒരു വലിയൊരു ഫീസ്റ്റ് നടക്കുക. വസ്തിയെ വിളിച്ചു. വസ്തി രാജ്ഞി ബെൽസസറിന്റെ മകളാണ്. കാരണം ബാബിലോണിയ കിങ്ഡം, അതിനെ കോരശ് രാജാവ് BC 539 തകർത്ത് കളഞ്ഞു. ഇത് തകരുന്ന സമയത്ത് ഈ കൊച്ചു കുഞ്ഞ, അതാണ് മിദ്രാഷ് പറയുന്നത്, എന്ന് വെച്ചാൽ ജൂയിഷ് കൾച്ചർ പറയുന്നത്, ഈ മകളെ രക്ഷിച്ചു. ഒരു കരുണ തോന്നി രക്ഷിച്ചു. എന്നിട്ട് ഇവര് തന്നെ വളർത്തി. അഹശ്വേരോശ്, ദാര്യാവേശിന്റെ മകനായ അഹശ്വേരോശ് കല്യാണം കഴിച്ചു. പക്ഷെ ഈ മകൾക്ക് എന്നും യഹൂദനോട് ദേഷ്യമായിരുന്നു. അവളുടെ പിതാവാണല്ലോ അവരെ തകർത്തത്. അതെ, ഗ്രാൻഡ് ഫാദർ പക്ഷെ തകർത്തത്. ഇസ്രയേലിന്റെ ആലയത്തിന്റെ പണികൾ മറുഭാഗത്ത് സെരുബാബേലും യോശുവായും അവിടെ നടത്താൻ ശ്രമിക്കുമ്പോൾ ആരംഭിച്ചു. 534 അടിസ്ഥാനം വിട്ടു. 536 വരുന്നത്, 4 അടിസ്ഥാനം വിട്ടു. പക്ഷെ പണി നടക്കുന്നില്ല. ചുറ്റുവട്ടങ്ങളുള്ള അയൽദേശക്കാർ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലംസ് ആണ്. രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കി. ദാര്യാവേശിനും കോരശിനും ഇവിടുന്ന് എടുത്തു പോകുന്നു, തിരിച്ചു വരുന്നു. പണി നടക്കുന്നില്ല. പണി നടക്കാതെ നാളുകൾ കഴിയുന്നു. പിന്നെ പണി തുടങ്ങുന്നത് 520 BC 520 പണി തുടങ്ങി. 516 പണി കഴിഞ്ഞു. പക്ഷെ ഇത്രയും കാലഘട്ടങ്ങളിൽ യഹൂദന് ഒരു സ്വസ്ഥതയില്ല. ഈ സ്വസ്ഥത ഇല്ലാത്തതിന്റെ കാരണം പണി മുടങ്ങിയും പോയി. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മേദ്യ പേർഷ്യ രാജ്യം യഹൂദന് അനുകൂലമാണ്. യഹൂദന്
ഉപ്പ് വരെ കൊടുത്തേക്കാനാ പറഞ്ഞേക്കുന്നത്. യാഗത്തിനുള്ള ഉപ്പ് വരെ കൊടുത്തേക്കാൻ പറഞ്ഞു, മൊത്തം കൊടുത്തേ. കാരണം പാത്രങ്ങളെല്ലാം എണ്ണി എടുപ്പിച്ച് കൊടുത്തു വിട്ടു. പക്ഷേ ഈ ലോക്കലിയും എതിരാ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നത്, ദേശക്കാർ ശത്രുക്കൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നത് ബാബിലോണിയ കിങ്ഡത്തിന്റെ മകള് വഴിയാണ്. അഹശ്വേരോശിനോടും അല്ലെങ്കിൽ ദാരിയാവേശിനോടും ഒക്കെ പേഴ്സണലി ഉള്ള ആ ബന്ധം എൻ്റെ വല്യപ്പൻ തകർത്ത് കളഞ്ഞതാ, നെബൂഖദ്നേസർ തകർത്ത് കളഞ്ഞതാ, അവർക്ക് പണിയാൻ കൊടുക്കണ്ട എന്നാണ് മിദ്രാഷ് പറയുന്നത്. അത് പല റീസൺ പറയുന്നുണ്ട്. പല റീസൺ പറഞ്ഞാൽ യഹൂദ കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ ഇവർ ശബത്തിന്റെ ദിവസവും ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വസ്തി അഹശ്വേരോശ് രാജാവിന്റെ 3-ാം ആണ്ട് വന്നപ്പോൾ സൗന്ദര്യം കാണിക്കാൻ വരിക, ആ മകൾ അത് റിജക്റ്റ് ചെയ്തു. അത് വളരെ നല്ലൊരു സ്വഭാവമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അൺപാർലമെന്ററി വരാനാ പറഞ്ഞേക്കുന്നത്. അതൊരു കൾച്ചർ, അവരുടെ കൾച്ചറായിരുന്നു. പക്ഷെ ആ മകൾ റിജക്ട് ചെയ്തു. ഞാൻ മദ്യപിച്ച് കൂത്താടിയിരിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ വരത്തില്ല. ഒരു സൈഡ് അതുണ്ട്. പക്ഷെ ഈ മകൾ താഴെ പോയി. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിതറിപ്പോയ യഹൂദന് എതിരെ ഒരാൾ എഴുന്നേക്കും. ദൈവത്തിന്റെ ഇറ്റേണൽ ആങ്കർ ഉള്ള ഒരു ജാതിയാണ് അമാലേക്ക്. ദൈവത്തിന്റെ ഇറ്റേണൽ ആങ്കർ ഉള്ളത്. അത് പുറപ്പാട് 17 കിടപ്പുണ്ട്. അപ്പം ഈ ഹാമാൻ എഴുന്നേറ്റ് വരുമെന്ന് അറിയാം. പക്ഷെ എസ്തേർ സഭയുടെ നിഴല, നമുക്ക് അവിടെ തന്നെ നിന്നു പോകാം. എസ്തേറിനെ അഹശ്വേരോശ് രാജാവിന്റെ കോപം 3-ാം ആണ്ടിൽ വസ്തിയെ താഴെ കളഞ്ഞു. കുറച്ചാഴ്ച കഴിഞ്ഞപ്പം കോപം ശമിച്ചപ്പം കന്യകമാരെ ശേഖരിക്കുന്ന കാര്യം മെമ്മൂഖാൻ എന്ന് പറഞ്ഞ ഒരാളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ മെമ്മൂഖാനാണ് ആഖാനായത്, അല്ല സോറി ഹാമാൻ. മെമ്മൂഖാൻ എന്ന് പറയുന്നത് 7 മേദ്യ പേർഷ്യ രാജ്യത്തിന്റെ പ്രഭുക്കന്മാരാണ്. രാജാവിനോടുകൂടി ആലോചന പറഞ്ഞു കൊടുക്കുന്ന പ്രഭുക്കന്മാരുടെ കൂട്ടത്തിലുള്ള പ്രധാനിയാണ്. ഇന്നത്തെ ഭാഷ പറഞ്ഞ മന്ത്രിമാര്. അതിനകത്തുള്ള ഒരാളാണ് മെമ്മൂഖാൻ. വസ്തി താഴെ പോകാനും കന്യകമാരെ ശേഖരിക്കാനും എല്ലാം ആലോചന പറയുന്നവരുടെ കൂട്ടത്തിൽ 7 പേരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് മെമ്മൂഖാൻ. ഈ മെമ്മൂഖാനാണ് പിന്നീട് സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ ആഖാനല്ല ഹാമാനാകുന്നത്. ആഗാഗ്യനായ ഹമാദായിയുടെ മകൻ ഹാമാനായിത്തീരുന്നത്. പക്ഷെ ഹാമാനും ഹമാസും കൂടെ ഒറ്റ അക്ഷരത്തിന് വ്യത്യാസമുള്ളൂ. അതൊരു കോയിൻസിഡൻസ് അല്ല. ഹാമാൻ എന്നുള്ള വേർഡിന്റെ, ഹമാസ് എന്നുള്ള വേർഡിന്റെ റൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ ടെററാണ്. ഇതെല്ലാം ആ ടെറർ എന്നുള്ള ആ വേർഡുമായിട്ട് കണക്റ്റഡാണ്. പോട്ടെ, നമുക്ക് ഹാമാന്റെ ചരിത്രങ്ങളിലേക്ക് വരാം. ഹാമാന് മെമ്മൂഖാൻ പറഞ്ഞു കൊടുത്തു കന്യകമാരെ ശേഖരിക്കാൻ. കന്യകമാരെ ശേഖരിക്കുന്ന കൂട്ടത്തിലാണ് മൊർദെഖായിയുടെ അങ്കിളായിരുന്നു, എസ്തേറിന്റെ അല്ലെങ്കിൽ ഹതാഷായുടെ അങ്കിളായിരുന്നു മൊർദെഖായി. അവിടുന്ന് കൊണ്ടുവരേണ്ടി വന്നു. മൊർദെഖായി അല്ല, എസ്തേറിനെ കൊണ്ടുവരേണ്ടി വന്നു. എസ്തേറിന്റെ അതിന് 17 or 20 വയസ്സുള്ള ഒരു എബ്രായ പെൺകൊച്ച. ഈ എബ്രായരുടെ ചരിത്രം പഠിച്ചാൽ അവരുടെ പെൺകുഞ്ഞുങ്ങൾ 12ാമത്തെ വയസ്സെത്തുന്നതിന് മുമ്പേ, ഇപ്പം ബാബിലോണിന്റെ, ഇപ്പം മേദ്യ പേർഷ്യ രാജ്യത്ത, പക്ഷേ മൊർദെഖായി നല്ല കറ തീർന്നൊരു യഹൂദനാണ്. കാരണം മൊർദെഖായിയുടെ ഈ മകളെ പോലെ വളർത്തുന്ന ഹതാഷായെ എസ്തേറിനെ ആ കൾച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം യഹൂദന്റെ നിയമം, കാരണം അവർക്ക് യഹൂദന്റെ കൾച്ചറിൽ അവർക്ക് 4 സെറിമണി ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് 4 സെറിമണി. പെൺകുഞ്ഞുങ്ങൾക്കുള്ള 12ാം വയസ്സ് വരുന്ന ഒരു സെറിമണി ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ബത്ത് മിസുവ എന്നാണ് വിളിക്കുന്നത്. ആൺകുഞ്ഞുങ്ങൾക്ക് 13ാം വയസ്സിലാണ്. അതിന് വിളിക്കുന്ന പേര് ബർ മിസുവ എന്നാണ്. അപ്പൊ 12ാമത്തെ വയസ്സിൽ പെൺകുഞ്ഞുങ്ങൾക്ക് ഈ സെറിമണി കഴിഞ്ഞു കാണും. ന്യായപ്രമാണം മൊത്തം പഠിച്ചിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. അപ്പൊ ഈ കുഞ്ഞ് 17 വയസ്സുണ്ട്, അല്ലെ 20 വയസ്സിന് ഇടയ്ക്ക ഈ കുഞ്ഞിനെ, മകളെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിട്ടേ പറ്റും. അല്ലെങ്കിൽ ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ മൊർദെഖായി പറഞ്ഞൊരു വേർഡ് എൻ്റെ ഹൃദയത്തെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. പാസ്റ്ററെ പറഞ്ഞേക്കുന്ന ഒരു വേർഡ് ഇങ്ങനെ, അതിന്റെ ഒരു ഭാഗം ആ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, ബാക്കി ചരിത്രങ്ങളിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയത്. നീ പോകുമ്പോൾ നിന്റെ കുലവും ജാതിയും നീ അറിയിക്കരുത്, പക്ഷെ നീ ഏത് കുലത്തിലുള്ളവളാന്ന് മറന്ന് പെരുമാറുകയും വരുത്. നിന്റെ കുലവും ജാതിയും വെളിപ്പെടുത്തരുത്, എന്നാൽ നീ അതിന്റെ നിയമങ്ങൾ വിട്ട് വെളിയിൽ പോവുകയും ചെയ്യരുത്. ഇവൾ കൊട്ടാരത്തിൽ ചെന്നു. പക്ഷെ കൊട്ടാരത്തിൽ ചെന്നെങ്കിലും എസ്തേർ സഭയ്ക്ക് നിഴല, ഭയങ്കരമായിട്ട് സഭയ്ക്ക് നിഴല. എസ്തേർ കൊട്ടാരത്തിൽ ചെന്നെങ്കിൽ പോലും എസ്തേറിനെ അടുത്ത മാസമോ അടുത്ത ദിവസങ്ങളോ ക്യൂനാക്കുമല്ലായിരുന്നു. പക്ഷെ രാജാവിന്, മണവാളനായ രാജാവിന് അവളുടെ എവ്രിതിങ്, അവളുടെ വന്ന സംസ്കാരവും വന്ന കുടുംബവും വന്ന ജാതിയും അതിൻ്റെ സിസ്റ്റവും ആഹാരവും, അല്ലെങ്കിൽ എൻ്റെ ഭാഷ പറഞ്ഞ വേർപ്പിന്റെ സ്മെല്ലും, ഇതൊന്നും രാജാവിന് ഇഷ്ടപ്പെടത്തില്ല. വസ്ത്രധാരണവും സ്വഭാവവും ഒന്നും ഇഷ്ടപ്പെടത്തില്ല.
അതെല്ലാം ട്രീറ്റ്മെന്റിൽ കൂടെ മാറണം. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അവർക്ക് ഡീപ്പ് ട്രീറ്റ്മെന്റാ. പക്ഷേ എസ്തേർ ക്യൂനാകുന്നത് 4 വർഷത്തെ ഡീപ്പ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്. ബൈബിളിൽ കിടപ്പുണ്ട്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1 വർഷം 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയിട്ടുള്ള സകല ട്രീറ്റ്മെന്റും കഴിഞ്ഞ ശേഷം 6 മാസം അടുത്തൊരു തൈലത്തിൽ ഈ മകളെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ്, മുക്കിയിട്ടിരുന്നു. അടുത്തൊരു തൈലത്തിൽ 6 മാസം മുക്കിയിട്ടിരുന്നു. 2 വർഷം പോയി. 2 വർഷത്തെ കണക്കാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. 12 മാസവും 6 മാസവും 6 മാസം. അപ്പം തന്നെ 3-ാം വർഷം അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ പിടിച്ചോണ്ട് വന്നതാ, ഇവിടെ കൊണ്ടുവന്നതാ. ഇപ്പം തന്നെ 2 വർഷം പോയി. 1 വർഷം 12 മാസവും 6 എന്നിട്ട് എസ്തേർ ക്യൂനായിട്ടില്ല. എസ്തേറിന്റെ ട്രീറ്റ്മെന്റാ. അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് 10-ാം മാസമായ തേബേത് മാസം ആണ് അന്തഃപുരത്തിൽ പോകേണ്ടി വന്നത്. 4 വർഷത്തെ കാലാവധി. 4 വർഷം ട്രീറ്റ്മെന്റ്. പക്ഷെ രാജാവിന് ഇഷ്ടപ്പെടത്തില്ല. രാജാവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഡീപ്പ് ട്രീറ്റ്മെന്റ് കഴിയാതെ എത്തത്തില്ല. അത് സമയം വരും. പക്ഷെ ഇത് ബൈബിളിന്റെ ഒരു കണക്കുമായിട്ട് 7-10 ഭയങ്കര കണക്റ്റഡ്. പക്ഷെ ഇതെന്തോ സഭയെ കാണിക്കുന്നത്, മണവാളൻ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന സുഗന്ധദ്രവ്യത്തിനകത്ത്, അല്ലെങ്കിൽ ഹേഗായി എന്ന് പറഞ്ഞ ഒരു ഷണ്ണന്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച എസ്തേറിനെ പ്രിപ്പയർ ചെയ്ത് നടക്കണം. നമ്മുടെ മണവാളനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് വേണ്ടി പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കുക. നമ്മുടെ സ്മെല്ലും നമ്മുടെ കളറും നമ്മുടെ സ്വഭാവങ്ങളും ഒന്നും മണവാളൻ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പുതിയ നിയമത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ എസ്തേർ സഭയ്ക്ക് ഭയങ്കര നേടല. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇന്നിപ്പം നടന്ന ഫെബ്രുവരി 28-ാം തീയതി നടന്ന ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യങ്ങളുടെ ആ സ്പിരിച്വൽ വാർഫെയറിന്റെ മിസ്റ്ററി അറിയത്തുള്ളൂ. അല്ലല്ല, അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ സഭയുമായിട്ട് ഈ ഇതിനെ കണക്ട് ചെയ്യുമ്പോഴേ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം സഭയുടെ ഒരു ട്രീറ്റ്മെന്റ് കാലാവധിയിലാണ് സഭ ആയിരിക്കും. എക്സാക്ട്ലി. വാട്ടവും ചുളുക്കവും വാട്ടവും ഒന്നും ഇല്ലാത്ത നിഷ്കളങ്കയായ ഒരു കന്യകയായിട്ട് ഒരുക്കുകയാണ്, പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. ആ കാലഘട്ടം പോലെയാണ് എസ്തേറിൻ്റെ ആ ഒരു നിഴലായിട്ട് നമ്മൾ എടുത്താൽ എസ്തേർ രാജ്ഞിയാകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അതൊരു 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും. അതാണ് ആ കാലഘട്ടം ഇത് പറയുന്നത്. അപ്പം അതുപോലെ സഭ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതെ, ഓക്കെ. സഭയെ പരിശുദ്ധാത്മാവാം ദൈവം മണവാളനായ കർത്താവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. കറയും വാട്ടവും മാലിന്യവും ചുളുക്കവും ഒന്നുമില്ലാത്ത നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുക. ഏറ്റവും ഡീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. കാരണം നമ്മളുടെ അതിനകത്ത് പരിശുദ്ധാത്മാവിന് ഫലം കഴിക്കുന്നവരാക്കി നമ്മളെ മാറ്റുക. ഒന്നുമില്ലാത്ത ഒരു നിഷ്കളങ്ക മണവാട്ടിയെ ഒരുക്കുക. പക്ഷെ എസ്തേറിനെ അപ്പോയിന്റ് ചെയ്യുന്ന ദിവസം പക്ഷെ ദൈവം അറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. യഹൂദന്റെ കൾച്ചറിലും ബൈബിളിലും ഡേറ്റുകൾക്കും ന്യൂമറിക്കിനും ഭയങ്കര സ്ഥാനമാണ്. അതൊരു സിംബോളിക്കാണ്. അതുവഴി നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ സഭ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച വഴിയാത്രയെ സംഭവിച്ച 1 കൊരിന്ത്യർ 10 പറയുന്ന ദൃഷ്ടാന്തമാണ്. ഇസ്രായേൽ മക്കളുടെ ആ വഴിയാത്രയിലുള്ളത് മാത്രമല്ല, ഇസ്രായേൽ ഒരു നിഴല സഭയ്ക്ക്. ഇസ്രായേൽ ഒരു നിഴല. അവർക്ക് സംഭവിക്കുന്ന മുഴുവനും നമ്മൾ അത് നോക്കി പഠിച്ചോളാനാണ് പറയുന്നത്. അന്ത്യകാലം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനാണ് എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ അത് ഇസ്രായേലിന്റെ യാത്രകളെ കുറിച്ച് എഴുതിയേക്കുന്നത്, മരുഭൂമിയിൽ അവർ പട്ടുപോയി, അതിന്റെ ചരിത്രങ്ങളാണ്. പക്ഷെ അത് മാത്രമല്ല, യഹൂദനെ സംബന്ധിച്ച് അവന്റെ ലൈഫിൽ നടക്കുന്ന പല ചരിത്രങ്ങളും വചനത്തിന്റെ പ്രമാണം തെറ്റിക്കാതെ നേരെ ദൈവത്തിന്റെ ട്രാക്കിൽ തന്നെ ഓടുക. അപ്പം അഹശ്വേരോശ് രാജാവിന്റെ 7-ാം ആണ്ട് 10-ാം മാസം ആണ് അന്തഃപുരത്തിൽ ചെല്ലാൻ അനുവാദം കൊടുത്തത്. അന്തഃപുരത്തിൽ ചെന്നു. അന്ന് അന്തഃപുരത്തിൽ, അകത്തെ പുരത്തിൽ എസ്തേറിനെ ക്യൂനായിട്ട് അപ്പോയിന്റ് ചെയ്തു. പക്ഷെ ഇത് ബൈബിളിൽ ഒരു ഡേറ്റുമായിട്ട് ഫോളോ ആകുന്നതാണ്. ബൈബിളിൽ ഇസ്രായേലിന് ദൈവം കൊടുത്ത 7 ഫീസ്റ്റുകളുണ്ട്. അതിൽ 6-ാമത്തെ ഫീസ്റ്റ് അതിന് വിളിക്കുന്ന പേര് യോം കിപ്പൂർ, അല്ലെങ്കിൽ മഹാപാപ പരിഹാര ബലി, ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ്. അതിന് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 7-ാം മാസം 10-ാം തീയതിയാണ്. അന്നത്തെ ഒരു ദിവസം മാത്രമേ ഈ വീടുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. അകത്തെ പുരത്തിൽ, അന്തഃപുരത്തിൽ, അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് കയറാൻ പറ്റത്തുള്ളൂ. അന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം. വർഷത്തിൽ ഒരിക്കൽ കയറാം. അന്ന് 2 പ്രാവശ്യം കയറാം. ഒരിക്കൽ കയറുന്ന 2 പ്രാവശ്യം കയറാം. ഒരു ദിവസം തന്നെ 2 പ്രാവശ്യം കയറാം.
അതിന്റെ ആവശ്യം എന്തോ? പക്ഷേ ഒന്നാമത്തെ ലേവ്യ പുസ്തകം 16, ലേവ്യ പുസ്തകം 16 അന്ന് കയറുന്നതിന്റെ പ്രമാണങ്ങൾ ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റിന്റെ പ്രമാണം എഴുതി വെച്ചിട്ടുണ്ട്. മഹാപാപ പരിഹാരയുടെ ബലിയുടെ പെരുന്നാളിന്റെ അന്ന് നമ്മൾ അതിനെക്കുറിച്ച് കയറുന്നത് മനസ്സിലാക്കിയേക്കുന്നത് 2 ആടിനെ കൊണ്ടുവരണം. ഐഡന്റിക്കലായ 2 ആട്. ഒന്നിനെ വാതുക്കെ കൊണ്ടുവന്ന് ചീട്ടിടണം. അസസിയയിൽ നിന്നും ദൈവത്തിനൊന്ന് ചീട്ടിടണം. ദൈവത്തിനൊന്ന് ചീട്ട് വീണ ആ ആടിനെ മഹാപുരോഹിതൻ അവിടെ യാഗമാക്കി അതിന്റെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തിന് മുമ്പേ ഉള്ള കർട്ടന്റെ മുമ്പിൽ വരണം. കർട്ടന്റെ മുമ്പിൽ വന്ന് ധൂപവർഗ പീഠവും കൂടെ എടുക്കണം. കാരണം തേജസ് വെളിപ്പെടുന്ന കൃപാസനത്തിന്റെ ആ സാന്നിധ്യത്തെ നഗ്ന കണ്ണുകൾ കൊണ്ട് നീ കാണരുത്. കണ്ടാൽ നീ മരിച്ചു വീഴും. അതിനാണ് ഈ ധൂപത്തിന്റെ ധൂപവർഗ പീഠം കൊണ്ടുള്ള ധൂപം അവിടെ നിറയ്ക്കണം. അത് കയറുന്നത് 2ാമതാണ്. ആദ്യത്തേത് ബൈബിള് പഠിപ്പിക്കുന്ന ഒരു കാര്യം, നീയും ഈ ജനത്തിനെയും സഭയെയും ശുശ്രൂഷിക്കുന്നതിന് മുമ്പേ നീ രാവിലെ നിന്റെ കുടുംബത്തിനും കൂടെ ഒരു കാളയെയും ഒരു ആടിനെയും കൂടെ കൊണ്ടുവരണം. കുടുംബത്തെയും അല്ലെ സഭയെ ശുശ്രൂഷിക്കുന്നതിന് മുമ്പേ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ പ്രായച്ചിത്തം കഴിഞ്ഞിട്ട് മാത്രമേ കയറാവൂ. ലേവ്യ പുസ്തകം 16 2ആയിട്ട് എഴുതിയേക്കുന്നു. ആദ്യത്തെ കാളയുടെ രക്തവുമായിട്ട് ഇതുപോലെ കയറണം. കയറി കൃപാസനത്തിന്റെ മുമ്പിൽ പോയി കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം. 7 പ്രാവശ്യം രക്തം കൃപാസനത്തിന് മീതെ തളിക്കണം. തളിച്ചിട്ട് നീ ഇറങ്ങി വന്ന് പിന്നീടാണ് ദേഹം വെള്ളത്തിൽ കഴുകി അസസിയേലിനും ദൈവത്തിനൊന്നുള്ള ആടിനെ ചീട്ടിട്ട് ദൈവത്തിനൊന്നുള്ള ആടിന്റെ രക്തവുമായിട്ട് ഇതുപോലെ മേളി വരണമെന്ന്. അന്ന് ഒരു ദിവസമേ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്ന് 2 പ്രാവശ്യം കയറണം. പക്ഷെ ഇതിനകത്തൂടെ സഭയ്ക്ക് വലിയൊരു ദൂതുണ്ട് പക്ഷേ. ഞാൻ ടാബർനാക്കിള് ഡീറ്റെയിൽ ആയിട്ട് പിക്ചോറിയൽ പഠിപ്പിക്കുന്ന ആളാണ്. വർഷങ്ങളായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്. അതിന്റെ പിക്ചോറിയലും എൻ്റെ വലിയൊരു വിഷയമാണ് ടാബർനാക്കിൾ. അതിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഷയം. പക്ഷേ ഇത് സഭയ്ക്ക് നിഴലെന്തോ. നമ്മളെല്ലാം ദൈവത്തിന്റെ ദാസന്മാരാണ്. നമ്മൾ സഭയെയും ജനത്തെയും ശുശ്രൂഷിക്കുന്നതിന് മുമ്പേ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും രക്തത്തിൽ മറഞ്ഞിട്ട് ശുശ്രൂഷിക്കാവൂ. ദിസ് ഇസ് ബൈബിൾ പ്രിൻസിപ്പിൾ. നമ്മൾ പലപ്പോഴും ഒരു വലിയ ഒരു റെവലേഷൻ. പക്ഷെ ഞാനിത് ദൈവവചനം എന്നെ കർത്താവ് പഠിപ്പിച്ച. നമ്മൾ പലപ്പോഴും ആൾക്കാർ വിളിക്കും ഓടിപ്പോ. എന്ത് വിഷയത്തിനും കർണാടകയിൽ ഞങ്ങൾ ഓടിപ്പോ. കാരണം എങ്ങനെയെങ്കിലും ഒരു കൂട്ടം ജനത്തെ വിടുവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ബൈബിൾ പിന്നീട് പഠിപ്പിച്ചു, ദൈവവചനം പഠിപ്പിക്കാം. മഹാപുരോഹിതന് പോലും ശുശ്രൂഷിക്കണമായിരുന്നെങ്കിൽ മഹാപുരോഹിതൻ കാളയുടെ രക്തത്തിൽ തന്നെയും തൻ്റെ കുടുംബത്തിനും വേണ്ടി യാഗം ചെയ്തിട്ട് മാത്രമേ ആ രക്തം കൃപാസനത്തിന് മീതെ വീണെങ്കിൽ മാത്രമേ അടുത്ത ആടിന്റെ രക്തവുമായിട്ട് കയറാൻ പറ്റത്തുള്ളൂ. ആടിനെ അറക്കുന്നത് പൊതു സമൂഹത്തിന് വേണ്ടി. സഭ മുഴുവനും വെളിയില. സഭയുടെ പാപത്തെ അന്ന് മറയ്ക്കുക. പഴയ നിയമത്തിൽ ക്ഷമിക്കുകയല്ല, പഴയ നിയമത്തിൽ മറയ്ക്കുക. അപ്പൊ മറയ്ക്കണമെങ്കിൽ ഒരു ആൾ ഇവിടെ കയറിയാൽ മതി. അതാ എബ്രായ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. ഒരാൾ കയറിയാൽ മതി. പക്ഷെ കയറുന്നതിന് മുമ്പ് തനിക്ക് തന്നെ യാഗം കഴിക്കണം, തനിക്ക് തന്നെ ശുദ്ധീകരണം വരുന്നത്, താനേയും തന്റെ കുടുംബത്തെ മറയ്ക്കണം. പോട്ടെ പക്ഷേ നമുക്ക് ആ യാഗങ്ങളുടെ പ്രമാണം വേറെ സബ്ജക്ട്. 7ന്റെ കഥ പറഞ്ഞ പോലെ ഡീപ്പായിട്ടുള്ള വേറെ സബ്ജക്ട്. എന്റെ വിഷയങ്ങളാ പക്ഷേ ഫീസ്റ്റ്, ടാബർനാക്കിള്, സമയങ്ങൾ, ബൈബിളിൽ ഒത്തിരി ന്യൂമറിക്ക് കാര്യങ്ങൾ, സമയങ്ങൾ, ജൂയിഷ് കൾച്ചർ, ഇതൊക്കെ ഓക്കെ. പക്ഷേ എസ്തേറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അഹശ്വേരോശ് രാജാവിന്റെ 7ാം ആണ്ടാണ്. 7ാം ആണ്ട് 10ാം മാസത്തിലാണ്. ഈ 7-10 എന്നുള്ളത് കാണാം. 7-10 എന്നുള്ളത് എസ്തേറിനെ അപ്പോയിന്റ് ചെയ്തു. മഹാപുരോഹിതൻ അകത്തെ പ്രാകാരത്തിൽ പോൽ രക്തം വീണ് കഴിഞ്ഞാൽ സഭയ്ക്ക് വിടുതലാണ്. ഫീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പോയി രക്തം വീണ് ജീവനോടെ ഇറങ്ങി വന്നാൽ സഭയ്ക്ക് വെളിയിൽ നിൽക്കുന്ന സഭയ്ക്ക് വിടുതലാണ്. എസ്തേറിനെ അന്തഃപുരത്തിൽ ദൈവം അപ്പോയിന്റ് ചെയ്ത ദിവസം നോക്കിക്കേ. 7ാം വർഷം അഹശ്വേരോശ് രാജാവിന്റെ 7ാം വർഷം 10ാം മാസം 7-10 കാണാം. പക്ഷേ 1000 സംവത്സരം ഒരു ദിവസം ഒന്നും അങ്ങനെ ബൈബിളിലെ കണക്കുകൾ പലതും. 4 ദിവസം ആടിനെ കയറ്റി വീട്ടിൽ കെട്ടണം. പെസഹയുടെ പ്രമാണമാണ് 4 ദിവസം ആടിനെ കയറ്റി വീട്ടിൽ കെട്ടണം. ഈ 4 എന്ന് പറഞ്ഞേക്കുന്നത് 4000 വർഷത്തെ ചിത്രീകരിക്കുന്നത്. ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള 4000 വർഷത്തെ ചിത്രീകരിക്കുന്നതാണ് 4 ദിവസം. അത് കഴിയുമ്പം യഥാർത്ഥ കുഞ്ഞാട് അറുക്കപ്പെടും. അതാണ് 10ാം തീയതി തൊട്ട് എന്ന് പറയുന്നത് പോലെ ഈ 7ാം വർഷം 10ാം മാസം ദൈവം അപ്പോയിന്റ് ചെയ്യുമ്പോൾ ദൈവം ഒരിക്കലും കണക്കും ദൈവത്തിന്റെ സ്വർഗീയ കലണ്ടറിലും ക്ലോക്കിലും
ടൈം തെറ്റത്തിൽ. സ്വർഗത്തിൽ കലണ്ടർ ഉണ്ടോ ക്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ചോദ്യം അല്ല. സ്വർഗത്തിൽ സമയമില്ല. മനസ്സിലായി. പക്ഷെ ദൈവത്തെ ഭൂമിക്ക് ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു പെർഫെക്റ്റ് സഭയുടെ അടയാളമാണ്. 7-10 ഫീസ്റ്റിനകത്ത് കാണും. എന്തുവായാലും എസ്തേറിന്റെ പുസ്തകം ഒരു വലിയ ഫീസ്റ്റിന്റെ കാര്യമാണ്, പൂരിയും ഫീസ്റ്റിന്റെ ചരിത്രം. ഇത് ഇവിടെ നടക്കുക. അത് കഴിഞ്ഞ് എസ്തേറിനെ ക്യൂനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് അഹശ്വേരോശ് രാജാവിന്റെ 7-ാം ആണ്ടിൽ സഭയുടെ നിഴല ദൈവം സെറ്റ് ചെയ്ത് വെച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിമി വരുന്നതിന് മുമ്പേ ദൈവം സ്റ്റേജ് സെറ്റ് ചെയ്തു. എനിമി വരുമെന്ന് ദൈവത്തിന് അറിയാം. ചിതറിപ്പോയ യഹൂദനെ ജെന്നിസൈഡ് നടത്താൻ, വംശഹത്യ നടത്താൻ എനിമി വരുന്നുണ്ട്. അതിനു മുമ്പേ ദൈവം കയറ്റി ഇരുത്തേണ്ടതിനെ കയറ്റി ഇരുത്തി. ഇത് കഴിഞ്ഞപ്പോഴാണ് മൊർദെഖായി ഗേറ്റ് കീപ്പറാ. മൊർദെഖായിയെ കുറിച്ച് പറയുന്ന ചരിത്രം, എസ്തേർ 127 സംസ്ഥാനങ്ങളിലുമുള്ള രാജാവിന്റെ ക്യൂനായതിനു ശേഷം, മഹാരാജ്ഞി ആയതിനു ശേഷം വാതിൽ കാവൽക്കാരനായ മൊർദെഖായി പറഞ്ഞത് പിന്നെയും അനുസരിച്ച് പോകുന്നത് ബൈബിൾ എഴുതിയേക്കുന്നത്. അതെ, ഒരു ഭയങ്കര സ്വഭാവമാണ്, ഒരു ഡീപ്പ് സ്വഭാവമാണ്. കാരണം ഒരു രാജ്യത്തിന്റെ ക്യൂനിന് വാതിൽ കാവൽക്കാരനായ സെക്യൂരിറ്റി പറഞ്ഞത് അനുസരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മകളുടെ ഉള്ളിൽ കയറിയ ദൈവവചനവും പരിശുദ്ധാത്മാവിന്റെ നിയോഗവും അല്ലാതെ വേറൊന്നും പറയാനില്ല. ഇത് കഴിഞ്ഞപ്പോഴാണ് മൊർദെഖായി ഒരു സംഭവം കേൾക്കുക. ഒരു ബിഗ്താനും തേരശും കൂടെ രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് മൊർദെഖായി എസ്തേറിനെ അറിയിച്ചു. എസ്തേർ ഇത് മൊർദെഖായി വഴി രാജാവിനെ അറിയിച്ചു. ഇതൊരു ഏകദേശം 7-ാം ആണ്ടിലായിരിക്കാം, അല്ലെ 7-ാം ആണ്ട് കഴിഞ്ഞിട്ടായിരിക്കാം. കാരണം അങ്ങനെ പറയാനുള്ള കാരണം ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എസ്തേർ ക്യൂനായതിനു ശേഷം അന്ന് മാത്രമേ നമുക്ക് ശേഷമേ പിന്നെ രാജാവിന്റെ അടുത്തേക്ക് പ്രവേശനമുള്ളൂ. എസ്തേർ ക്യൂനായതിനു ശേഷം എസ്തേർ ഇത് മൊർദെഖായിയുടെ ഈ വിഷയം രാജാവിനെ മൊർദെഖായി വഴി അറിയിച്ചു. രാജാവ് ശോധന ചെയ്തു. അതാ 2-ാം അധ്യായത്തിന് അവസാനം ശോധന ചെയ്തപ്പം കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലായി. അവരെ രണ്ടിനും തൂക്കിക്കളഞ്ഞു. ഇതെല്ലാം ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. 3-ാം അധ്യായം വരുമ്പോഴത്തേന് ആമാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു. ഈ മെമ്മൂഖാൻ എന്ന് പറഞ്ഞ പുള്ളിയ ഹാമാന് സ്ഥാനക്കയറ്റം കൊടുത്തു. ഹാമാന്റെ ജീനിയോളജി കിടക്കുന്നത് ആഗാഗ്യനായ ഹമാദായിയുടെ മകൻ ഹാമാൻ. പക്ഷെ ആഗാഗ് ആരാണെന്ന് മനസ്സിലാക്കണം. ഇതിനു മുമ്പേ ഇവരുടെ എനിമിറ്റി ഒന്ന് കാണാം. എല്ലാവരും നമസ്കരിക്കണമെന്നാണ് രാജാവിന്റെ കൽപ്പന ഹാമാനെ. പക്ഷെ മൊർദെഖായി നമസ്കരിച്ചില്ല. മൊർദെഖായി ഇരിക്കാനുള്ളതിന്റെ കാരണം ഒരാളെ ബഹുമാനിക്കാം. അവർ ബഹുമാനിക്കുന്നവർ. കാരണം ദാനിയേലും ഇവരെല്ലാം മേദിയ പേർഷ്യ രാജ്യത്തിന്റെയും ബാബിലോൺ, ഇതിന് പ്രീവിയസ് ഉണ്ടായിരുന്ന ബാബിലോൺ രാജാക്കന്മാരെ ബഹുമാനിച്ചും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തവരാ. യഹൂദന്മാരെ ബഹുമാനിക്കും. പക്ഷെ ഒരിക്കലും ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കുന്നില്ല. ഈ മൊർദെഖായി നമസ്കരിച്ചില്ല, കുമ്പിട്ടില്ലെന്ന്, വണങ്ങിയില്ലെന്ന്. കാരണം ഇവന്റെ മൊർദെഖായിയുടെ അകത്ത് അറിയാം, എനിക്ക് ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കാൻ പറ്റത്തില്ല. മറ്റൊന്ന്, ഇവൻ രാക്ഷസ വംശത്തിൽപ്പെട്ടവൻ. യഹൂദന്റെ ചരിത്രപ്രകാരം അവർക്കെല്ലാവർക്കും ജീനിയോളജി മസ്റ്റാണ്. ജീനിയോളജി പഠിച്ചിരിക്കണം. യഹൂദന്റെ വീട്ടിൽ ഒരു പെങ്കൊച്ച് കല്യാണം കഴിക്കണമെങ്കിൽ പുരുഷന്റെ 40 തലമുറ കാണാതെ പിടിച്ചിരിക്കണം, എങ്കിലേ കല്യാണം നടക്കത്തുള്ളൂ. പിതാവ് വന്ന് കെതൂബ കൊടുക്കും. അപ്പം ഇതെല്ലാം ഒരു അടുത്തൊരു ചരിത്രം. പക്ഷേ 40 തലമുറ ജീനിയോളജി കാണാതെ പിടിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ പെങ്കൊച്ച് കല്യാണം നടക്കത്തുള്ളൂ. അപ്പൊ ജീനിയോളജിയും ഈ ന്യായപ്രമാണത്തിന്റെ പ്രമാണവും എല്ലാ കുഞ്ഞുങ്ങളും റൂട്ടഡ്. അപ്പം എസ്തേറിനും മൊർദെഖായിക്കും അറിയാം, ഹാമാന്റെ ചരിത്രം അറിയാം. ഹാമാന് കുമ്പിടുന്നില്ലെന്ന് ഓർത്തോണ്ട് തീരുമാനിച്ചു ഇവനെ മാത്രമല്ല കൊല്ലേണ്ടിയത്. ഓടിച്ചു പറഞ്ഞ ഇവനെ മാത്രമല്ല കൊല്ലേണ്ടിയത്, അവന്റെ ജാതിയെ മൊത്തം. പക്ഷെ 127 സംസ്ഥാനങ്ങളിൽ ചെതറിപ്പാർക്കുന്ന മുഴുവനും ആബാലവൃത്തം എല്ലാത്തിനെയും കൊന്നുകളയാൻ ഇവൻ തീരുമാനിച്ചു. പക്ഷെ തീരുമാനിച്ചത് ഇവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മമണ്ഡലത്തിലുള്ള പൈശാചിക ശക്തികളാണ് ഇവന്റെ ഉള്ളിൽ ആലോചന കൊടുക്കുന്നത്. ഇവൻ തീരുമാനിച്ചു എന്ന് കൊല്ലണം. പക്ഷെ ഒരു ചോദ്യം, ഒരാളെ ബഹുമാനിച്ചില്ല. അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നത് മനസ്സിലാവും. ആഫ്രിക്ക കിടക്കുന്ന യഹൂദന്റെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്തു? ഇന്ത്യയിൽ കിടക്കുന്ന യഹൂദനും കുഞ്ഞുങ്ങളും സ്ത്രീകളും എന്ത് ചെയ്തു? ഇത് അറിയാൻ പോലും ഒരു മാർഗമില്ല. എന്താ ഇവിടെ സംഭവിച്ചത്, ഞങ്ങൾ എന്തിനു വേണ്ടിയാ പീഡിപ്പിക്കപ്പെടുന്നതെന്ന് അറിയാൻ. പക്ഷെ ഇത് ഇവന്റെ ഹാമാന്റെ യജമാനനായ കള്ള പിശാച് ഇവന്റെ ഉള്ളിൽ കൊടുത്ത അവന് വേണ്ടി വിറ്റ് കളഞ്ഞവന്, രാക്ഷസ വർഗത്തിൽപ്പെട്ടവന്. ഇവൻ തീരുമാനിച്ചു എന്നും ഇവനെ കൊല്ലണം. അതിനിവൻ 12-ാം വർഷം എത്തിയപ്പോൾ, അഹശ്വേരോശ് രാജാവിന്റെ 12-ാം വർഷം എത്തിയപ്പോൾ
ഇവൻ 1-ാം മാസം ആബീബ് അല്ലെങ്കിൽ നീസാൻ മാസം 13-ാം തീയതി ചീട്ടിട്ടു. ചീട്ടിടുമ്പോൾ നമ്മൾ നറുക്കെന്ന മനസ്സിലാക്കുന്നത്, നറുക്കെന്നല്ല, അത് സോഡിയാക് സയൻസിനെയും നക്ഷത്രങ്ങളെ കണക്റ്റഡ് ആയിട്ടുള്ള ചീട്ടായിട്ട്. കാരണം അവന്റെ ദൈവങ്ങളോട് അവൻ ചോദിക്കുക ഇവരെ എന്ന് കൊല്ലണം. അവന്റെ ദൈവങ്ങൾ, കാരണം ഇവന് ആ വാശി വരാനുള്ളതിന്റെ കാരണം. ഞാൻ ഇത് പഠിപ്പിക്കുമ്പോൾ അല്ലെ പറയുമ്പോൾ പക്ഷെ എനിക്കുള്ളൊരു എൻ്റെ മനസ്സിൽ തന്നൊരു ചിന്ത, ഒരു കാരണവുമില്ലാതെ ചില വ്യക്തികൾ നമ്മളോട് എതിരിടുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ഒന്നാമത്തെ സ്പിരിറ്റ് ഓഫ് ജലസി ആയിരിക്കും. ഒരു 4 സ്പിരിറ്റ്, വ്യത്യസ്ത സ്പിരിറ്റുകളുണ്ട്, ഇങ്ങനെ എനിമിറ്റി വരും ഒരു കാരണവുമില്ലാതെ. ഈ കുമ്പിട്ടില്ലെന്നുള്ള ഒരു റീസൺ ഇവരെ ഒന്നിച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ആര് പറഞ്ഞു കൊടുത്തതാ? നക്ഷത്രങ്ങളിൽ ഉണ്ടായിരുന്ന, അല്ലെ അതിൻ്റെ ആ സോഡിയാക് സയൻസ് പ്രകാരം നാളും മഷിയും ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ കൂടെ ഉള്ളതുപോലെ അവരുടെ അന്നത്തെ സംസ്കാരത്തിലുള്ളത് അവർ പറഞ്ഞു കൊടുത്തു. എക്സാക്ട്ലി കൊന്നുകളയേണ്ട സമയം 12-ാം മാസം ആയ ആധാർ മാസം 13-ാം തീയതിയാണ് കൊന്നുകളയേണ്ടത്. പക്ഷേ നമുക്ക് 1-ാം മാസത്തിൽ തന്നെ എടുക്കാം. ആബീബ് മാസത്തിൽ 13-ാം തീയതി ചീട്ടിട്ടു, ചീട്ട് കിട്ടി, കൊന്നുകളയാനുള്ള ഡേറ്റ് വീടും 12-ാം മാസം 13-ാം തീയതി. പക്ഷേ ആ വേർഡിന് ജെനിസൈഡ് എന്നാ പറയുന്നത്. ജെനിസൈഡ്, ഒരാളെ കൊല്ലുകയല്ല, വംശഹത്യ. ഇതേ കാര്യമാ ഇറാനിൽ സംഭവിക്കുന്നത്. സെയിം സ്ഥലമാ. അന്നത്തെ അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടത്തിലുള്ള ശൂഷൻ രാജധാനിയാണ്. അത് ഒരു പക്ഷെ നമുക്ക് ബാബിലോണിനോട് ചേർന്നു. ശൂഷൻ രാജധാനി. ഇന്നത്തെ പേർഷ്യ എവിടെയാ ഉള്ളത്? സെയിം പ്ലേസാ, സെയിം ജിയോഗ്രാഫി. ഇറാനിൽ ശുഷാൻ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴും ഉണ്ട്. അല്ല, ഈ സെയിം പ്ലേസാ പാസ്റ്റർ. പക്ഷെ ഇവരുടെ എല്ലാം അകത്തു വ്യാപരിക്കുന്ന മർമ്മം, നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയിലോട്ട് വരണമെങ്കിൽ ഈ റൂട്ട് അറിയണം. പക്ഷേ 1-ാം മാസം ജെനിസൈഡിന് വേണ്ടിയാണ് തീരുമാനിച്ച് അവൻ നിയമം എഴുതി ഇവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക.